ആ മോളെ റെനിയേ ആഹാ വാനരന്മാർ രണ്ടും എത്തിയല്ലോ. അവനെന്തേടി ചേട്ടായി വെളുപ്പാങ്കാലത്തെ പണിപ്പുര കയറിയതാ, അനങ്ങിയിട്ടില്ല. ഇന്നൊരു ദിവസങ്ങളിൽ ഞങ്ങള് വെറുതെ വിട്, വൈകുന്നേരം ഔട്ടിംഗ് ഉള്ളതാ. ആലോചിക്കട്ടെ കേട്ടാ. ഒഴിച്ചു വെച്ചേക്ക തെണ്ടി. രാവിലെ തന്നെ ഇറങ്ങിയോ? നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അലയെ കയറി പെയിന്റ് അടിക്കുവന്നോ? നിന്നെയൊക്കെ പേടിച്ചിട്ടാ. കണ്ടുപോയ ബോധം കടന്നവരെ കുടിയല്ലേ, ലിവർ വീർത്ത് പ്രസവിക്കാറായി. വെരി നൈസ്. എടാ നിനക്ക് ഈ മനുഷ്യന് മനസ്സിലാകാത്ത വരയൊക്കെ നിർത്തിട്ട് വല്ല കൊള്ളാവുന്ന പെൺപിള്ളേരുടെ പടമൊക്കെ വരയ്ക്കടാ. ഒരുത്തന് വളപ്പും ഒരുത്തന് വരപ്പും. ഒരു സർപ്രൈസ് ഉണ്ട്, പപ്പു വരുന്നുണ്ട്. ഇങ്ങോട്ടിറങ്ങടാ, നിന്നോടാ പറഞ്ഞ ഇങ്ങോട്ടിറങ്ങാൻ. എടാ ഇവൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലേ, പിന്നെന്താ പോലീസ്? എന്തു പറയാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തു പറയാനാടാ, ഒരു പൈന്റ് അടിച്ചിട്ടാ കേറിയത്. പൊട്ടിക്കാത്തൊരു കുപ്പി ഇതിനകത്തുണ്ടായിരുന്നു. അടിച്ചതിന്റെ ലെവൽ ഇറങ്ങിയപ്പോ ഇതിന്നൊരു ലേശം കഴിക്കാന്ന് വെച്ചപ്പോ ഈ സാറ് കയറി പിടിച്ചു എന്നെ. 12 വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്നവന് ഈ ഒരു പ്രിവിലേജ് പോലും ഇല്ലടാ. പ്രിവിലേജ് ഒക്കെ ഞാൻ ശരിയാക്കി തരണം. എന്റെ അളിയനാ 12 വർഷം ജയിലിൽ കിടന്നൊരു ആക്രമണം. എന്തൊരു അക്രമമാണ് നീ കാണിച്ചത്. ഒരു പെക്കിന് 1000 റുപ്യോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല റോയൽ സല്യൂട്ട് മേടിച്ച് കുടിച്ചാലോടാ. എന്ത് ചെയ്യാനാ സാറേ, ചോദിച്ചപ്പോ മെക്കിട്ട് കയറിയതുകൊണ്ടാ. താൻ പാടും ഇതാരുടെ വീടാണ് നീ പറ. എന്നാലും ഉറപ്പ് ഈ മാപ്പിളയുടെ ആയിരിക്കും. നോ ഡിയർ, വന്ന് കാണ്. നടക്ക് മോനെ. എങ്ങനെയുണ്ടാ സംഗതി കൊള്ളാം. ഡാടാ സത്യം പറയടാ, നിന്റെയൊക്കെ പെമ്പിള്ളമാരറിയാതെ കുത്തിമറിയാൻ വേണ്ടി എടുത്തിട്ട് വീടല്ലേ ഇത്? അതൊന്നും അല്ല അളിയാ, ഇത് നിന്റെ വീടാ, നിന്റെ സ്വന്തം വീട്. നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാ. പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ ഒന്നുമല്ല. അങ്ങനെ നീ എടുക്കണ്ട, ഞങ്ങളുടെ ഒരു സന്തോഷം.